ഒരു കല്ല് വലിച്ചെറിഞ്ഞ ഒരു എഞ്ചിനീയറിന്റെ തലയിൽ വീഴുന്നത്, ഇപ്പോൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ തലയിലാണ് വീഴാന്ന് പറയും. ചിലപ്പോൾ നിങ്ങളുടെ ബോസ് നിങ്ങളോട് പറയാത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് പോയി പറയും. എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ 3 ദിവസം ഒരു സ്പോൺസറിന് വേണ്ടിയിട്ട് ഒരു 50ഓളം കടകൾ വെച്ച് ഒരു ദിവസം നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് നോക്കുന്ന ഒരാളാണെങ്കിലും ജെന്യൂൻ ആയിട്ട് ഏത് പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് അതിൽ മാസ്റ്റർ ആകുക. ആ ഫെയിലിയറിൽ നിന്ന് പോയിട്ട് ഫോണും പിടിച്ചോണ്ടിരുന്നു ഒരു സാധനം പഠിക്കണ്ട എന്ന് പറയുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ ഫോണും പിടിച്ച് കളിച്ച് അതിൽ നിന്ന് കോടികൾ സമ്പാദിച്ച ഒരു US സംരംഭകനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോട്ടയത്ത് പരുപ്പം എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശത്ത് നിന്ന് ഇന്ന് ലോകത്തുള്ള എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും മാർക്കറ്റിംഗ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ അതിന് ബ്ലൂ സ്റ്റീക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ ജെയ്സൺ തോമസ് ആണ് ഇന്ന് ദീദി ടോക്സിൽ കൂടുന്നത്. ജെയ്സൺ, വെൽക്കം ടു ദീദി ടോക്സ്. താങ്ക് യു സോ മച്ച്. ജെയ്സൺ, എനിക്കറിയാം താങ്കൾ എന്നൊരു വളരെ യങ് ഓൺട്രപ്രണറാണ്. അറ്റ് ദ ഏജ് ഓഫ് 11 ബിസിനസ്സിൽ ഇറങ്ങിയതാണ് ബ്രദറിൻ്റെ കൂടെ നിന്ന്. ഇന്നൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോട്ടയം പറയുന്നൊരു സ്ഥലത്ത് 55ഓളം ആളുകളെ വെച്ച് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരുന്നു? അതായത് ഇതൊരു ആക്സിഡൻ്റൽ ഓൺട്രപ്രണർഷിപ്പാണ്. ലൈക്ക് ഞാനും എൻ്റെ ചേട്ടനും ഭയങ്കര താല്പര്യമായിരുന്നു. ഇൻ്റർനെറ്റും ഞങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നത് ഞാൻ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ സമയത്തായിരുന്നു. അപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ലൈക്ക് ഇങ്ങനെ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. ഈ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം എല്ലാം. അതിന് മുമ്പ് ഞങ്ങൾ കഫേയിലൊക്കെ പോയിട്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ കയറി എന്തിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് പഠിക്കാം. ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് എല്ലാം ഇതുവഴി എങ്ങനെ ഏൺ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻച്വലി ഞാനൊരു 11th ഒക്കെ ആയപ്പോൾ ഞങ്ങളൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും ഒരു സ്വന്തമായിട്ട് വെബ്സൈറ്റൊക്കെ തുടങ്ങി. എങ്ങനെ ഈ യൂട്യൂബ് വഴി കാശുണ്ടാക്കാം എന്നുള്ളൊരു പരിപാടി. അതിന് മുമ്പ് ഞങ്ങൾ ഈ ക്രിസ്മസ് കരോളിന് പോയിട്ട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെ ഞങ്ങൾ ആലോചിക്കുന്ന ക്രിസ്മസ് കരോളിന് ഈ പ്രാവശ്യം ഇത്രയും കാശ് കിട്ടി, ഇനി അത് വെച്ച് ഫുട്ബോൾ ഒന്ന് വാങ്ങിക്കണം, ബാറ്റ് വാങ്ങിക്കണം. ഇനി അപ്പം ഇൻ്റർനെറ്റ് കിട്ടിയപ്പോൾ ഇതുവഴി എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്ന് നോക്കി. ഇപ്പോൾ യൂട്യൂബ് വഴി ഇങ്ങനെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആഡൊക്കെ വന്ന് കാശ് കിട്ടും എന്നുള്ള റീസെർച്ച് ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഇച്ചിരി ഒരു $100 അങ്ങനെ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി. 6,000 rupees അത് ഞങ്ങൾ പോയെടുത്ത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഇന്റർനെറ്റിൽ നിന്ന് ഈ ക്യാഷ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നും ഇന്ന് എനിക്കൊന്ന് ആദ്യത്തെ ക്ലയന്റ് നിങ്ങളുടെ ഓക്സിജൻ അല്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്വൈപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് ഞാൻ ജെയ്സന്റെ ഒരു ഗ്രോത്ത് ട്രജക്ടറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മെറ്റയുടെ ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്, ഒരു 28 ലക്ഷം രൂപ. അത് മാത്രമല്ല ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 5 വർഷത്തെ ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ ദൈവാനുഗ്രഹിക്കട്ടെ ഒരു 5x ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അത് എങ്ങനെയാണ് ആ ഒരു സ്കെയിലപ്പ്? ഇന്ന് പല ഓൺട്രപ്രണേഴ്സ് തുടങ്ങാൻ എളുപ്പമാണ്, സസ്റ്റൈനബിലിറ്റി ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ ഒരു കൊറോണ സമയത്ത് തുടങ്ങി ഒരു 5 വർഷം 2020 നിന്നും 25 നോക്കുമ്പോൾ 10 എംപ്ലോയീസിൽ നിന്ന് ഏകദേശം 60 എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഒരു 5x 6x ഗ്രോത്ത്. എങ്ങനെയാണ് ആ സ്കെയിലപ്പ് അറ്റ് ദ വെരി യങ് ഏജ്? അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അതായത് ഞാൻ ഒത്തിരി പേര് ബിസിനസ് തുടങ്ങണം, അതായത് ഞാൻ കാണുന്നത് അവർക്ക് പെട്ടെന്ന് കാശുണ്ടാക്കാം. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ റീൽസാണ്, ഇൻസ്റ്റാഗ്രാം എടുത്താലും ഭയങ്കര ഇങ്ങനെ വലിയ വണ്ടി വാങ്ങിക്കുന്നു, ഡിഫൻഡർ വാങ്ങിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ് ഇത് പോകുന്നത്. എൻ്റെ ബ്രദറിൻ്റെയും ചിന്താഗതി അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾക്കൊരു പ്രോബ്ലം, ബിസിനസ്സിനൊരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ക്ലയൻറ്റ് ഓക്സിജന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഡിജിറ്റലിലാണ് ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നത്, മൊബൈലിൽ. അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മൊബൈലിൽ ആൾക്കാരുടെ അടുത്ത് എത്തണം. അതിനുവേണ്ടി അവർക്ക് ട്രഡീഷണൽ ആയിട്ട് ഏജൻസിയുടെ ഒത്തിരി പേര് അവർ ശ്രമിച്ചു നോക്കി, അവർക്കും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ സ്വൈപ്പ് അപ്പ് എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് നടത്തി. ഇപ്പം അവരുടെ ഒരു സ്പോൺസർഷിപ്പ് എടുത്തു, ഒരു 5,000 രൂപ. ശരി, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇത് കാരണം ആ ഹോളിന് ഒരു 20,000 രൂപ വാടകയുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു 4 സ്പോൺസർഷിപ്പിന് ഞങ്ങൾ കോട്ടയത്ത് മുഴുവൻ തപ്പിയിട്ട് ഓക്സിജൻ ആക്ച്വലി ഞങ്ങൾക്ക് 5,000 രൂപ തന്നത്. പിന്നെ ഒരു കണക്ഷൻ വഴി 2-3 സ്പോൺസറിനെ കൂടെ കിട്ടി. അടുത്ത ദിവസം ഓക്സിജന്റെ മാർക്കറ്റിംഗ് മാനേജർ സെർ എന്ന് പറഞ്ഞ ഒരാളാണ്, പുള്ളി ഞങ്ങളെ വിളിച്ചു ഓഫീസിലോട്ട്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോഴും ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വലിയ കമ്പനി ആവുക, ഇത്ര ആൾക്കാർ ഹയർ ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. ഈ കമ്പനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, ഞങ്ങളത് സോൾവ് ചെയ്യാം. അപ്പോൾ അത് നല്ലതായിട്ട് നടന്നപ്പം അതുവഴി റെഫറൻസും വേറെ ക്ലയൻസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്കും എൻ്റെ ബ്രദറിനും തോന്നി ഞങ്ങളെക്കൊണ്ട് മാത്രമേ നടക്കത്തില്ല, ഞങ്ങൾ തന്നെ ക്ലയൻറ്റിൻ്റെ എല്ലാ വർക്കും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലയൻറ്റിന് വർക്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഹയറിംഗ് തുടങ്ങി. ഹയറിംഗിലും കുറേ മിസ്റ്റേക്സ് വന്നു. ആദ്യം ഹയർ ചെയ്ത ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നു, അയാളെ തന്നെ എടുക്കുകയും ചെയ്തു. അങ്ങനെ അപ്പം അവിടെ എല്ലാ കാര്യങ്ങളും മിസ്റ്റേക്ക് വഴിയും ജെന്യൂനിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ജെന്യൂനിലി ഇപ്പം പെട്ടെന്ന് കാശുണ്ടാക്കുന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ല, എങ്ങനെ ക്ലയൻറ്റിനെ സെർവ് ചെയ്യാൻ നല്ലതായിട്ട്. ആ ജെന്യൂനായിട്ട് സമയം എടുത്താലും കുഴപ്പമില്ല, പെട്ടെന്ന് ഗ്രോത്ത് വേണ്ട. അടുത്ത ഒരു ക്ലയൻറ്റ് വർക്ക് ചെയ്ത് അതിൽ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അടുത്ത ക്ലയൻറ്റിനെ അത് പരിഹരിച്ച് ഇങ്ങനെ
ഈ പറഞ്ഞ ട്രസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യും. അതെ അതെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 5 വർഷം കൊണ്ട് 6x എന്ന് പറയുന്നത് ഭയങ്കര ഗ്രോത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. വേറെ കുറെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഇപ്പൊ ബൈജൂസ് ഒക്കെ പോലത്തെ സ്റ്റാർട്ടപ്സ് 3 വർഷം കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർഷിപ്പിലോട്ട് വരെ എത്തി. ആ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഗ്രോത്ത് അല്ല, ഞങ്ങൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ജെന്യൂനിറ്റി എന്നാണ് ഇതിന് ആൻസർ. ഇപ്പം നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പ് നോക്കുന്ന ഒരാളാണെങ്കിലും ജെന്യൂൻ ആയിട്ട് ഏത് പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത് അതിൽ മാസ്റ്റർ ആകുക, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാര്യം 10 പേരോട് പറയുകയും വേണം. ഇത് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, അത് മാർക്കറ്റിംഗ്. അതെ അതെ.